അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. വിശുദ്ധ സഹോദര സഹോദരിമാരെ, തെല്ലാളിൽ ഞങ്ങൾക്ക് കണ്ടുമില്ലങ്ങനത്തെ ചില വിഷയത്തിക്കർ വാട്സപ്പിൽ പ്രത്യേകമായിട്ടും പുത്തൂറിൽ നടന്നങ്ങനത്തെ ഒരു സംഭവമാണ്. ഒരു വ്യക്തി അയാൾ മരിച്ച സന്ദർഭത്തിൽ അയാളെ ഖബറിലെ പുത്തൂറിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രദേശത്തിൽ മറമാടിയാറ്. അതിൽ ആ നാളിലും അതിൽ ഉച്ചനേരപ്പായ ചേഞ്ചും അതേപോലെ പിറ്റാണ്ടായ ചേഞ്ചും അതിൽ പിറ്റാണ്ടായ ചേഞ്ചും അതിൽ പിറ്റാണ്ടായ ചേഞ്ചും അതിൽ പിന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ദർഗ എത്തുന്നു. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ചൊന്നോ ഇന്നങ്ങനത്തെ ഒരു സംഭവം ദർഗ ഉണ്ടാവുരല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുറേന്ത്, അത് ബൾക്കരേ ചൊന്ത എത്തിക്കറ്. അങ്ങനെ ഇപ്പോൾ ഇവിടെ എത്ത് അതങ്ങനല്ല, അത് ആൾമാർ ആക്കരെ ചൊന്തു. അതായത് ഒരു പ്രത്യേകമായിട്ട് ഒരാൾ കബീർ കാജൂർ ചൊന്തുള്ള ഒരു വ്യക്തി അയാൾ ചൊല്ലത് കാണാം, മുന്നോട്ട് ചൊന്നോണ്ടിന്നാറ് കബറ് ബൽക്കറേണ്ട്, ഇപ്പോൾ വന്നേത്ത് അത് ബൽക്കറല്ല ബൽപ്പാട്ടറേണ്ട്. ഇത് വ്യക്തമായ വിഷയത്തിക്കർ. അപ്പോൾ കബറിൻ്റെ ചേഞ്ച് ആവൽ നിങ്ങൾക്ക് കണ്ടുകൊണ്ടുണ്ടു. ഇനിയും ചിന്തിക്കാത്ത ആൾമാർക്ക് നല്ല രൂപത്തിൽ ചിന്തിക്കാം. എന്നിട്ട് പ്രത്യേകമായിട്ടും 2-3 വിഷയത്തിക്കർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചൊല്ലുകൊല്ലത്. കബർ എങ്ങനെയുള്ള ചേഞ്ചാക്കി തങ്ങ ഒരു ബെല്ലാക്കിയോ ഡെവലപ്മെൻറ്റ് ആക്കിയോ ഇല്ല നിങ്ങൾക്ക് കണ്ടുകൊണ്ടുണ്ടാകും. ആ സന്ദർഭത്തിൽ അവരെ സമർത്ഥനാക്കാൻ വേണ്ടിയിട്ട് പല രൂപത്തിലുള്ള കുതന്ത്ര എത്തിക്കർ അങ്ങ് ആക്കിയോ ഇല്ല നിങ്ങൾക്ക് കാണുക സാധിക്കറേ. മൊത്തത്തിൽ നോക്കിയാൽ ഇതൊരു ബിസിനസ് എത്തിക്കർ, ഒരു കച്ചവടം എത്തിക്കർ. ഇത് അർഗാചോന്തല്ല കച്ചവടം എത്തിക്കർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കണ്ടെത്ത്. ബക്കറ്റ് പോൾ ബേക്കറിക്ക് മുന്നോളൂ, കാസിട്ട് ഡಬ್ಬി ബേക്കറിക്ക് മുന്നോളൂടെ കാസിട്ട് തയ്ത്ത് ബിസിനസ്സിലൊരു വ്യവഹാരം എത്തിക്കർ. എനിക്ക് ഈ ബിസിനസ്സിനെ സമർത്ഥനാക്കാൻ വേണ്ടിയിട്ട് പല രൂപത്തിൽ കഷ്ടപ്പെട്ടാർ, സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിക്ക് ഇങ്ങനെ കൊടുന്ന ഒരു പുതിയൊരു വാദ ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി ദർഗ സലഫിരംഗ് കൊണ്ടുവന്നു. ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി ദർഗ സലഫിരംഗില്ല. അങ്ങനത്തെ ഒരു ദർഗ ഇന്ത്യ ഫസ്റ്റ് പൊടിയാക്കിയ സലഫിരംഗ് എത്തിക്കാത്താറ്. ആയെങ്കിൽ മനസ്സിലാക്കുള്ള ഒരു വലിയ വിഷയമുണ്ട്. അതിനെ സെർച്ചാക്കി നോക്കുമ്പോൾ എത്തിക്കുന്ന വിഷയപടിയായത് സൂഫി എത്തുള്ള ഒരു വ്യക്തി എത്തിക്കുന്നത് ഉണ്ടാക്കിയത്. സലഫിരങ്ങളെ കയ്യിലിന്ന് തായെങ്കിൽ അത് 0 എത്തിക്കാട്ട്, അതായത് ഒരു രൂപത്തിലും ആ ഒരു ദർഗത്തെ ആ ഒരു കോല അല്ലെങ്കിൽ ആ ബെല്ഞ്ഞിത്തുള്ളതായ മേൽ വന്നതായ ഒരു എത്ര ഉള്ളെങ്കിൽ അതിരെ ഇല്ലാത്താക്കാത്താർ. കാരണം ഇസ്ലാം നിങ്ങൾക്ക് പടുപ്പാട്ടിയത്, റസൂൽ നിങ്ങൾക്ക് പടുപ്പാട്ടിയത്, പവിത്രമായിട്ടുള്ള ദീന് നിങ്ങൾക്ക് പടുപ്പാട്ടിയത്. ആയെങ്ക ആ ഒരു റൂട്ടിലല്ല ഇങ്ങ പോയി ഒന്നുള്ളത്. എനിക്ക് ബിസിനസ് ആക്കണം കച്ചവടം ആക്കണം ചോദിച്ചാൽ ലാസ്റ്റ് ആരും കിട്ടാത്ത സന്ദർഭത്തിൽ ഇബ്നു തൈമിയ സലഫി ನಂಗೆ ಕೊಟ್ರಾಸಿ ಬಿಸ್ನೆಸ್ ಆವಣ ಚಂತು ಅಯಲಂ ಅವ್ರು ಇದಾಕಿ ಬಿಟ್ಟಾರ. ನಮ್ಮ മനസ്സിലാക്കില്ല ಅಂದರೆ ബിസിനസ് ಐತಿಕ್ಕರು ಹಿಂಗೆ ಹಾಕಿಯುള്ളത് ബിസിനസ് ಐತಿಕ್ಕರು. അത് മാത്രമല്ല കേരളത്തിൽ ഒരു കുപ്പ സ്വാമിര പോലും ഇങ്ങ വിട്ടാറാ ദർഗാക്കിതില്ല. അത് മാത്രമാ ഇവിടെ ബാബാ ബുഡൻഗിരി പോയി എന്താ ഗുഡ്ഡര മേലും ആ ജാഗത്തിൽ പോയിട്ട് അവിടം ദർഗാക്കിയാർ. എന്തൊക്കെ ബിസിനസ് ಐತಿಕ್ಕರು, കച്ചവടം ಐತಿಕ್ಕರು. അപ്പം മനസ്സിലാക്കാവരെന്ದರೆ ഏതെಲ್ಲ ബിസിനസ് ಜಾಗ ആൾമാർ എത്ര ಜಾಗയാണ് അവിടെ മാത്രം ಐತಿಗೆ ദർഗിക്കರೆ നക്കോർ പേടി. ഇനി തെരുന്നാൾ കഴിഞ്ഞിട്ട് ಹಿಂಗೆ ഞങ്ങളെ മാംഗ്ലൂരിലെ മാളുക്ക് ദർഗ ಬಂದಿಲ್ಲ മയ്യന്ത്. കാരണം ബിസിനസ് അല്ലേ, മൊത്തത്തിൽ ബിസിനസ് ಐತಿಕ್ಕೆ ನಂಗೆ ಕಂಡೋല്ലേ. അപ്പോൾ ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി ദർഗ ചൊന്തു ഇസ്ലാം നിങ്ങൾക്ക് പടിപ്പാട്ടിയിട്ടില്ല, സലഫിരംഗ് അങ്ങനെ ആക്കിയിട്ടുമില്ല. അയാൾ വ്യക്തമായിട്ട് പടിപ്പാട്ടി ಐತಿಕ್ಕರು അങ്ങനത്തത് ഇല്ലാത്താക്കണമെന്നു അയാളെ ബോധനവുമല്ല. അപ്പോൾ നിങ്ങൾക്ക് പടിയായതെന്തേ ഇത് പച്ചയിത്തുള്ള ഈ ഖുറാഫി ആൽമാർ അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്ത് ചൊന്ത ആൽമാരൊട്ടിಗೆ തപ്പൈത്തത് അങ്ങനെ ദീനിൻ്റെ പ്രചാരണ ആക്കിയല്ല അങ്ങനത്തെ ഈ കൗമു കിട്ടിയതിരെല്ലാം ദർഗാക്കിത്ത് കൈ കിട്ടിയെന്തായെങ്ക അതിരം ദർഗാക്കിയുള്ളാർ, മർത്തരം ദർഗാക്കിയുള്ളാർ. സലഫിരങ്ങളുടെ കേട്ടെന്തായെങ്ക അങ്ങനെ റായത്തുള്ളതായ എല്ലാ ദർഗത്തെ ലിസ്റ്റ് എടുത്ത് കുറഞ്ഞ എന്തായെങ്കിൽ കിട്ടിയ കല്ലും മറും എല്ലാത്തരം ദർഗാക്കി ഇങ്ങനത്തെ അവസ്ഥ ಐತಿಕ್ಕೆ ನಂಗೆ ಕಂಡೋಂತುಲ್ಲೆ. അപ്പോൾ മനസ്സിലാക്കില്ല ಅಂದರೆ എല്ലാത്തരം ദർഗാക്കി ഇങ്ങ യഥാർത്ഥമായിട്ടുള്ള ഖബർ സിയാറത്തിന് ഇങ്ങ ഒൻപാട്ടി വെച്ചോന്തുള്ളാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടപ്പാട്ട് സൂറുൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിനെ നെൻപാക്ക് ബാട്ടർ ചൊന്ത ಐತಿಕ್ಕೆ റസൂൽ പടപ്പാട്ടിയത്. ഖബർ സിയാറത്ത് ആക്കുമ്പോൾ ആഖിറത്തിന് നെൻപവർ, ഇങ്ങ ആഖിറത്തല്ല നെൻപവറേ. എന്നൊരു ഹദീസിൽ റസൂൽ ചൊന്നത് തുദക്കിറുകുമുൽ മൗത്ത്, മരിപ്പുറ നെൻപവർ ചൊന്തു. ഇത് അതുമാവില്ല, മരിപ്പുറ നെൻപാവില്ല, ആഖിറത്തിന് നെൻപാവില്ല, ദുനിയാവരെ നെൻപ ಐತಿಕ್ಕರೆ. പാസ്പോർട്ട് സമാവുകും വിസ സമാവുക വേണ്ടിയിട്ട് ಐತಿಕ್ಕರೆ ആൾമാർ പോയെന്നില്ല. അപ്പം ആഖിറത്തിന് ചിന്ത ഇല്ല. അവിടെ ദർഗത്ത് പോയെങ്കിൽ ഖബർ സിയാറത്ത് പോയെങ്കിൽ അതുണ്ട്, ഖബർ സിയാറത്ത് പോയെങ്കിൽ അതുണ്ട്. അത് ಐತಿಕ್ಕರೆ മനസ്സിലാക്കില്ല അങ്ങനത്തെ വ്യത്യാസ. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കോറെ യഥാർത്ഥമായിട്ടുള്ള ഏത് കറക്റ്റ് ലെവലിൽ ഇസ്ലാം പടപ്പാട്ടിയതായ ഖബർ സിയാറത്തുണ്ടാ അതിനെങ്കിൽ ഇല്ലാതാക്കിയോന്നുള്ള ഈ ദർഗ കൊണ്ടുത്തു. ഇത് മനസ്സിലാക്കണായ ഒരു വലിയ വിഷയം ಐತಿಕ್ಕರೆ. അതേപോലെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണോ, ഹയാത്തിൻ്റെ സന്ദർഭത്തിൽ ഓടെയും വിളിച്ച ആളെ പൽക്ക കേൾക്കുക സാധ്യമില്ലാത്തങ്ങനത്തെ ഈ വ്യക്തി, മരിച്ചതായ വ്യക്തി പുത്തൂറിൽ മറമാടിത്തുള്ള അങ്ങനത്തെ വ്യക്തി അയാൾ മരിച്ചൽ പിന്നെ കേക്കറി ചൊന്തുള്ള ആ ഒരു രൂപത്തുള്ള പ്രതികരണಕ್ಕೆ എങ്ങനെ എത്തി
എങ്ങനെ എത്തിക്കൽ സാധിച്ചത്? ഇല്ല സഹോദരന്മാരെ, അവിടെ മനസ്സിലാക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പഠിപ്പും ഒക്കാല റബ്ബുക്കും നിങ്ങൾ റബ്ബു ചൊന്നറ ഉദ്ഊനി നിങ്ങൾ നൻ്റെ വിളിച്ചത് വാർക്കും അസ്തജിബ് ലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി ചൊല്ല റസൂലേ ഖുൽ നിങ്ങൾ ചൊല്ല റസൂലേ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ ഞാൻ എൻ്റെ റബ്ബിനെ മാത്രം വിളിച്ചത് വാർക്കറ അവനൊട്ടിಗೆ ആരും ನಾನು ಶರೀಕಾಕಿಲ್ಲ ಪಾರ್ಟ್ನರ್ ಹಾಕಿಲ್ಲ ಚೊಂತಲ ವಿಷಯ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆല ವ್ಯಕ್ತಮೈತೆ ಪಡಪಾಟ್ಯ അവിടെ മനസ്സിലാക്കില്ലങ്ങനത്തെ ഒരു വലിയൊരു സംഭവം എത്തിക്കറ് ഈ ഖബറുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്ക് മനസ്സിലാക്കില്ലത് ദർഗ ആക്കിറങ്ങനത്തെ ഒരു സിസ്റ്റം ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിരെ ഒരാൾക്ക് ഒരു ഉത്തരവാദിത്വം കൊടുക്കರು എന്നിട്ട് അതിൽ ചൊല്ലു റസൂൽ നക്ക് തന്നങ്ങനത്തെ ഉത്തരവാദിത്തം നിക്ക് തന്നോളൂ എന്താ എത്തിക്കറ് വല ഖബ്റൻ മുശ്രിഫൻ ഇല്ല സവൈത ഒരു ഖബർ മിക്കോതിർ എങ്ങനത്തത് മേലാക്കി കെട്ടിവെച്ചങ്ങനത്തെ ഏതെല്ലാം ഖബറുണ്ടാ അതിനെ ലെവലാക്കാത്ത അല്ലെങ്കിൽ ഒരു ചാണറത്ര മേലാക്കി തള്ളാന്തു ഒന്നുരം വിട്ടറണ്ട ചൊന്തല്ലേ ആ ഒരു വിഷയം നിങ്ങൾക്ക് പഠിപ്പാട്ടരെ കാണാം. ഇവിടെ നമുക്ക് മനസ്സിലാക്കുക യാഥാർത്ഥ്യമായിട്ട് ഖബർ സിയാറത്ത് എന്ത് ചൊന്തല്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഹക്ക് നിങ്ങൾ മടങ്ങണു കിട്ടിയത് എന്തെല്ലാം കിട്ടിയ ചന്തു എല്ലാത്തിനും ദർഗാക്കിയത് ലാസ്റ്റ് എന്തും കിട്ടാത്തപ്പ സലഫിരെ നേതാവായിട്ടില്ലങ്ങനത്തെ അഹ്ലുസുന്നത്തിൻ്റെ നേതാവായിട്ടില്ലങ്ങനത്തെ ഇബ്നു തൈമിയ റഹിമഹുല്ലരെ അയലെ പോലും നിങ്ങൾ വിട്ടത്തില്ല ചൊന്തയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കവരെ. അതുകൊണ്ട് ഇതിനെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് ഈ ബെഡക്കത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുപിടണു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അതുപോലെ തൗഫീഖ് തന്നനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.